എല്ലാവർക്കും നമസ്കാരം. പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുക എന്നുള്ളത് ഒരാചാരമാണ്. പല സ്ഥലങ്ങളിലും അത് കേട്ടിട്ടുണ്ടാവും നമ്മൾ. പ്രധാനമായിട്ടും ഈ മഹാക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ചില ആൾക്കാരെ അങ്ങനെ സ്വീകരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ. എന്തിനാണ് ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഒരു ഭക്തനെ സ്വീകരിക്കുന്നത്? അത് നമുക്ക് സംശയം ഉണ്ടാകുന്നൊരു കാര്യമാണല്ലോ. കാരണം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വരുന്ന ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൈതന്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ദേവൻ്റെ മുന്നിൽ വിധേയനായിട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് സ്വീകരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ചിലരെ നമ്മളങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാരെയാണെന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ സ്വീകരിക്കുന്നവരെ കൊണ്ട് ക്ഷേത്രത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകാം. സാധാരണ ഒരു ഭക്തൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് കൊണ്ട് ക്ഷേത്രത്തിന് ഗുണമൊന്നുമില്ല. വരുന്ന ആളിനാണ് ഗുണം, ഭക്തനാണ് പ്രയോജനം കിട്ടുന്നത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൈതന്യം അയാൾക്ക് കിട്ടുന്നു, അയാളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു, അയാളുടെ ദോഷങ്ങൾ മാറുന്നു, അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരിതങ്ങൾ അവിടെ സമർപ്പിക്കുന്നു. എന്നിട്ട് ആ ദേവചൈതന്യത്തെ തന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവർ മടങ്ങുന്നു. അങ്ങനെയാണ് അവരുടെ ദുഃഖവും ദുരിതവും തടസ്സങ്ങളും മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളും ഒക്കെ മാറുന്നത്. അതുകൊണ്ട് അവരെ ആരെയും സ്വീകരിക്കേണ്ട കാര്യമില്ല, അവർ തനിയെ വരണം. പക്ഷേ സ്വീകരിക്കുന്നവർക്ക് അവരെ കൊണ്ട് ക്ഷേത്രത്തിന് പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? സ്വീകരിക്കുന്നത് ആരെയാണ്? അത് മഹായോഗികളെയാണ് അങ്ങനെ സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യോഗികൾ, അതായത് ഉപാസനയുള്ളവർ, ഇഷ്ടദൈവ ഉപാസന ചെയ്ത് സ്വന്തം ശരീരത്തിലേക്ക് ദേവചൈതന്യത്തെ ആവാഹിച്ചിട്ടുള്ളവർ. നമ്മുടെ എല്ലാവരുടെയും കൂടെ നമ്മളുടെ ദേവ ചൈതന്യത്തെ സന്നിവേശിപ്പിച്ചിട്ടാണ് ഓരോരുത്തരെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളുണ്ട്. ജ്യോതിഷ വിധിപ്രകാരം പറഞ്ഞാൽ ഓരോ ഗ്രഹ ചൈതന്യങ്ങളുണ്ട് ഓരോരുത്തരുടെയും ശരീരത്തിൽ. അതെന്താണെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന ദേവനെ ഉപാസിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സിദ്ധി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ യോഗാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തിയവരെയാണ് യോഗികളെന്ന് പറയുന്നത്. സന്യാസ ജീവിതം നയിക്കുന്നവർ, സിദ്ധിയുള്ളവർ, അതാണ് സിദ്ധൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുക. അവർ വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആ തിരുമുറ്റത്തേക്ക് എത്തുകയും അവർ കടന്നു വരുന്ന വഴികളിലും അവർ പ്രവേശിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്നു നിന്ന് അവർ വിഗ്രഹത്തിലേക്കൊന്ന് നോക്കിയാൽ മതി, ആ വിഗ്രഹം പെട്ടെന്ന് ചൈതന്യവത്താകുന്നു. ഭക്തൻ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വിഗ്രഹത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു വരും. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനവധിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്സവങ്ങൾ നടത്തുന്നു, ക്ഷേത്രത്തിൽ കലശങ്ങൾ നടത്തുന്നു, അതുപോലെ അഷ്ടബന്ധം നടത്തുന്നു, 12 വർഷം കൂടുമ്പോൾ വേണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വർദ്ധിപ്പിക്കാൻ. അതിലേറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇതാ: മഹത്തുക്കളായിട്ടുള്ള യോഗികളായിട്ടുള്ള മഹാ ചൈതന്യമുള്ള ആൾക്കാർ വന്ന് അവരാരും തൊഴാറില്ല വിഗ്രഹത്തിലേക്ക്, അവർ നോക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവർക്ക് ചുറ്റും എപ്പോഴും ബ്രഹ്മത്തിൻ്റെ ആ ചൈതന്യം തുറന്നിട്ടിരിക്കുകയാണ്. അതായത് ഉപാസന കൊണ്ട്, ഇഷ്ടദൈവ ഉപാസന കൊണ്ട് കുണ്ടലിനി ശക്തിയെ ഉയർത്തി ചക്രങ്ങളെ ഭേദിച്ച് നിൽക്കുന്നവർക്ക് എപ്പോഴും ബ്രഹ്മവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അവർ വന്ന് വിഗ്രഹത്തിലേക്ക് ദർശിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്നും ആ വിഗ്രഹം, വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ വിഷ്ണു വൈഷ്ണവ ചൈതന്യം, വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ നിന്നുമുള്ള ചൈതന്യത്തെ ആകർഷിച്ച് ആ വിഗ്രഹത്തിൽ ചാർജാക്കാൻ 20% കിടന്നത് പെട്ടെന്ന് 100% ആക്കാൻ അവർക്ക് സാധിക്കുന്നു. ദേവീക്ഷേത്രമാണെങ്കിൽ ചൊവ്വയിൽ നിന്നും സ്വീകരിച്ച് കൊടുക്കാൻ സാധിക്കുന്നു. ശാസ്താക്ഷേത്രമാണെങ്കിൽ ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ നിന്നും ഊർജ്ജത്തെ ആകർഷിച്ച് ആ വിഗ്രഹത്തിനെ ചാർജാക്കാൻ അവർക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് സ്വീകരിക്കാൻ വിധിയുള്ളത് മഹാക്ഷേത്രങ്ങളിൽ. മറ്റുള്ളവരെ സ്വീകരിക്കാൻ വിധിയില്ല. വിപരീത ഊർജ്ജമുള്ളവരെയും വിപരീത ചിന്താഗതിയുള്ളവരെയും
ഒന്നും ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ദോഷമായിട്ട് ഭവിക്കും, ദേവചൈതന്യത്തിന് വിരുദ്ധമായിട്ട് ഭവിക്കും. ഇതാണ് പൂർണ്ണകുംഭം നൽകി ആ സ്വീകരിക്കൽ എന്ന് പറയുന്നത്. കാരണം അവരെ, ആ ദേവൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ആൾ ദേവനേക്കാൾ വലുത് തന്നെയാണ് ഇപ്പോഴും. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രപ്രകാരം ഗുരുവിനാണ് ഒന്നാം സ്ഥാനം, പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും. അതിനുശേഷമേ മറ്റെല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെയുമുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദരിച്ചുകൊണ്ടൊരു വ്യക്തിയെ ക്ഷേത്ര അങ്കണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചൈതന്യമുള്ള ആളായിരിക്കണം, ദേവനേക്കാൾ മേലെ നിൽക്കുന്ന ആളായിരിക്കണം. ദേവചൈതന്യത്തിന് വർധനമേകുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ആളെ ആയിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്. അവർ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. തൻ്റെ തപസ്സുകൊണ്ട് നേടിയെടുത്ത ചൈതന്യത്തെ ഒന്നാകെ സമൂഹത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി ദാനം ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം. അവരെയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ചെയ്തവരെയും കൂട്ടുനിന്നവരെയും ഒക്കെ ദേവകോപത്തിന് പാത്രമാകുന്നതാണ്. ഈ സിദ്ധാന്തം മനസ്സിലാക്കിയാൽ ഇത് നമുക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഇവരെ സ്വീകരിക്കുന്ന ആ ഘട്ടം മുതൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ദർശനം കിട്ടുന്ന ഈ യോഗിയുടെയൊക്കെ എല്ലാവർക്കും ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓരോ മനുഷ്യനെയും അയാളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനും കഴിയും ഇങ്ങനെയുള്ള യോഗികൾക്ക്. അതാണ് നമ്മൾ ഷിർദിസായിയെ പോലെയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നും സംസാരിക്കാതിരിക്കുക. അദ്ദേഹത്തിന് ചെന്ന് കണ്ടു, കുറച്ചു നേരം അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്നിട്ട് പോയി. അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു, അവരുടെ ദുഃഖങ്ങളെല്ലാം മാറുന്നു. ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അദ്ദേഹം നമുക്ക് ഒരുപാട് യോഗ കൊണ്ട്, തപസ്സുകൊണ്ട് ഒരുപാട് ഉയരത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ എത്തിച്ചവരാണ്. ഒരുപാട് ചക്രങ്ങളെ ഭേദിച്ചവരാണ് ഷിർദിസായിയൊക്കെ. അപ്പം വെറുതെ കുറച്ചു നേരം ഇരുന്നാൽ മതി അവരുടെ സാമീപ്യത്തിൽ. അതാണ് അവരുടെ സാമീപ്യം. ആ വ്യക്തിയുമായിട്ട് സമ്പർക്കമുണ്ടാകുന്ന സമയത്ത് ഇത് സംഭവിക്കും. അത് ആ വ്യക്തി വിചാരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ തനിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നത് ആരെയാണെന്നും എന്താണെന്നും എന്തിനാണെന്നും ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഭാരതത്തിൻ്റെ മഹത്തായ ശാസ്ത്രങ്ങൾ അനവധിയാണ്. ആത്മീയത എന്ന് പറയുന്നത് അറിവാണ്. എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ. സർവേശ്വരിയായിട്ടുള്ള ആ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.